അങ്ങനെ നീണ്ട 10-30 ദിവസത്തിന്റെ അവസാനം സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് റീ എൻട്രി ചെയ്യാൻ പോവുകയാണ്. 100% കൺഫേംഡ് ന്യൂസ് ആണ്. പ്രൊമോയൊക്കെ ഉടനെ എത്തും, പിന്നാലെ വരികയാണ് മക്കളെ വമ്പൻ ട്വിസ്റ്റുകൾ. സൂപ്പർ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയതൊരു മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് റീ എൻട്രി ചെയ്യാൻ പോവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മിഡ് വീക്കിലായിരിക്കും റീ എൻട്രി ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ സിജോയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്തായി എന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം ഒന്നും അന്വേഷിച്ചിട്ടൊന്നും അറിയാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞു സിജോയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. വായിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എന്തൊക്കെ സ്ക്രൂ ഒക്കെ ഇട്ടിരുന്നെന്നൊക്കെ സിജോ വീക്കെൻഡിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞല്ലോ, അതെല്ലാം റിമൂവ് ആക്കി ഓക്കെ പെർഫെക്റ്റ് ആണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇന്നലെ എന്തോ ആയിരുന്നു ഒരു ഫൈനൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, സെറ്റാണ്. അപ്പോൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് ഇപ്പം ബിഗ് ബോസ് വീടിൻ്റെ വളരെ അടുത്തുണ്ട് സിജോ. ഏത് നിമിഷം വേണമെങ്കിലും സിജോയെ വീട്ടിനകത്തേക്ക് കയറ്റി വിടും എന്നാണ് അറിയാൻ പറ്റിയത്. ഒരു പക്ഷേ ഇന്ന് കയറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ കയറ്റും. ഇതാണ് എനിക്കറിയാൻ പറ്റിയത്. ഇന്ന് ചിലപ്പം കയറ്റിയിട്ടുണ്ടാവാം, ഞാൻ അത് വ്യക്തമായിട്ട് അറിഞ്ഞില്ല. കയറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ബിഗ് ബോസ് സെറ്റിൻ്റെ വളരെ അടുത്ത് സിജോ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സിജോ കയറിയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാൻ പറ്റും, ഉറപ്പാണ്. നാളെ നമുക്ക് ലൈവിൽ കാണാം. അതല്ല ഇനി നാളെയാണോ കയറ്റുന്നതെന്ന് നമുക്കറിയത്തില്ല. നാളെയാണ് കയറ്റുന്നതെങ്കിൽ മറ്റന്നാൾ കാണാം. എന്തായാലും നാളത്തെ ലൈവിലോ മറ്റന്നാളത്തെ ലൈവിലോ നമുക്ക് കട്ടായം സിജോയെ കാണാൻ പറ്റും, ഉറപ്പാണ്. കാരണം സിജോ കയറാൻ പോവാണ്, എല്ലാം സെറ്റായി കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്, കയറാൻ പോവാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതാണ്, കൺഫേംഡ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ, സിജോ ഇന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ പ്രൊമോ ആയിരിക്കും എപ്പിസോഡ് കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നത്. നാളെ സിജോ കയറുന്ന സാധനം ആയിരിക്കും വരാനിരിക്കുന്ന പ്രൊമോ. അല്ല സിജോ കയറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും കയറാൻ പോകുന്നത്. എന്നിട്ട് നാളെ രാത്രി ആയിരിക്കും പ്രൊമോ എന്ന്, മറ്റന്നായിരിക്കും നമ്മൾ ലൈവിൽ കാണാൻ പോകുന്നത്. എന്തായാലും സിജോ അവിടെ ഉണ്ട്, സെറ്റിൻ്റെ വളരെ അടുത്തുണ്ട്, വീട്ടിൽ കയറാൻ പോവുകയാണ് എന്നൊരു വാർത്തയാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് കയറും എന്നാണ് കേട്ടോ, ഇന്ന് കയറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ പറയാൻ പറ്റില്ല, ബിഗ് ബോസ് അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ നാളെ ആകുമ്പോൾ കറക്റ്റ് 30 ദിവസം തികയും. ഇപ്പോൾ നാളെ കയറ്റാം എന്നുള്ള പ്ലാൻ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. എന്തായാലും സൂപ്പർ ആവട്ടെ, ഗെയിമൊക്കെ മാറട്ടെ. സിജോ വരുമ്പോഴത്തേക്കും കുറേയൊക്കെ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. സിജോ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. 10-30 ദിവസം ആയില്ലേ. അപ്പം അവരുടെ ഹോട്ടൽ ബിഗ് ബോസ് ടീമിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഇത്രയും ദിവസവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എപ്പിസോഡ് മാത്രം, സിജോയ്ക്ക് പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ എപ്പിസോഡൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, TV ഒക്കെ റൂമിലുണ്ടാവാം. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം ഇങ്ങനെയാണ് എപ്പിസോഡ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കയറി വരുമ്പോൾ അയ്യോ സായി നീ വന്നോ, അയ്യോ സിബിനെ നീ വന്നോ, ആ ലെവലാവൂലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എപ്പിസോഡെല്ലാം സിജോ കണ്ടിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത, സിജോ കണ്ടിരിക്കാനാണ്. ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ കൂടി സംഭവിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. സൂപ്പർ ട്വിസ്റ്റുകൾ വരാനിരിക്കുകയാണ്. പ്രസ് മീറ്റ് വരാനിരിക്കുകയാണ് വീണ്ടും ബിഗ് ബോസിലെ ഈ സീസണിലും പ്രസ് മീറ്റ് വരാനിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. 2 ചലഞ്ചേഴ്സിനെ വീട്ടിനകത്തേക്ക് കയറ്റിവിടാൻ പോവുകയാണ്. പക്ഷേ ഇതെല്ലാം അപ്കമിങ് വീക്കുകളിലായിരിക്കും. ഭൂകമ്പം ടാസ്ക് വരാൻ ചാൻസ് ഉണ്ട്, സീസൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അതാണ് ഈ സീസണിൻ്റെ മാറ്റിപ്പിടുത്തം എന്നെല്ലാം കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ 4-5 സാധനം നിങ്ങൾ കയ്യിൽ വെച്ചോ. ഒന്നാമത്തത് പ്രസ് മീറ്റ്, രണ്ടാമത്തത് ചലഞ്ചേഴ്സ്, മൂന്നാമത്തത് സീസൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു. ഈ 3 സാധനം ഒരു 60% ഉറപ്പിച്ച് വെച്ചിരുന്നോ. ബാക്കി ഞാൻ പറഞ്ഞുതരാം, പിന്നാലെ അറിയുമ്പോൾ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ ബിഗ് ബോസിനകത്തേക്ക് കയറിയിട്ടുള്ള പല ആൾക്കാരും, പ്രസ് മീറ്റിന് കയറിയിട്ടുള്ള പല ആൾക്കാരെയും ഇത്തവണയും ബിഗ് ബോസിൻ്റെ ടീം അപ്രോച്ച് ചെയ്തതായിട്ടും അവരെ ഇത്തവണയും വീണ്ടും ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും പ്രസ് മീറ്റ് ഉടനെ തന്നെ അടുത്ത വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റും. ഞാൻ കൺഫർമേഷൻ പറയുന്നില്ല, ഏത് നേരത്താണ് പ്ലാൻ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ലൈവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.